So good morning and welcome to the show. Morning, Anand. Morning, viewers. Yes, sir. So അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡോ ജോൺസ്, നാസ്ഡാക്ക്, S&P 500 ഈ മൂന്ന് ഇൻഡെക്സുകളിലും ഒരു സ്ലൈറ്റ് പോസിറ്റീവ് അണ്ടർടോണിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. S&P 500 നോക്കുകയാണെങ്കിൽ 0.67%, നാസ്ഡാക്കിൽ 1.24%, ഡോ ജോൺസിൽ ഏകദേശം 0.38% മുന്നേറ്റമാണ് കാഴ്ചവെച്ചേക്കുന്നത്. സോ അമേരിക്കൻ മാർക്കറ്റിൽ സാൻഡ്രോ ടേക്ക് എന്താണ്? ആനന്ദ്, നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 10 ദിവസങ്ങളായിട്ട് നമുക്കൊരു കൺസോൾട്ടേഷനെ കാണാൻ സാധിക്കുന്നത്. ദിസ് ഇസ് വെരി ക്ലോസർ ടു ദ ഓൾ ടൈം ഹൈ. സോ നമ്മൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 45,000 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. നാസ്ഡാക്ക് ഇൻഡെക്സിലും ഇന്നലെ നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചു. ബട്ട് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി തന്നെ തുടരുന്നു. 21,900 പോയിന്റ് റെസിസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ് സർ. അപ്പം കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഗോൾഡ് ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ ആണ് ക്രിയേറ്റ് ചെയ്ത് ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയത് $2,942 ഗോൾഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത്. ആൻഡ് ഏകദേശം 2 ദിവസം കൊണ്ട് മാത്രം ഗോൾഡ് മൂവ് ചെയ്തൊരു റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 3% ഒരു ശക്തമായ മുന്നേറ്റമാണ് ഗോൾഡ് കാഴ്ചവെച്ചത്. ആൻഡ് ഗോൾഡ് നിലവിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 0.17% മുന്നേറി $2,912 നിലവിൽ ഗോൾഡ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഗോൾഡിൽ സാൻഡ്രോ ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് നമ്മൾ ഒരേ ഒരു കാര്യം ഓർക്കേണ്ടത്, സ്വർണത്തിന്റെ കേസിൽ ഡിസംബർ 18 ശേഷം നമ്മൾ ഒരു കറക്ഷനും കണ്ടിട്ടില്ല. സോ നമ്മൾ ടെക്നിക്കൽ പാർലൻസിൽ സംസാരിക്കുകയാണെങ്കിൽ സ്വർണം അല്പം ഓവർ ബോട്ട് റീഡിംഗ് കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ. അപ്പം WTI ക്രൂഡിലേക്ക് നോക്കുകയാണെങ്കിൽ WTI ക്രൂഡും ഒരു നല്ല പോസിറ്റീവ് മുന്നേറ്റം തന്നെയാണ് ലാസ്റ്റ് 2 days ആയിട്ട് കാഴ്ചവെച്ചേക്കുന്നത്. ലാസ്റ്റ് 2 daysൽ ഏകദേശം 2.80% മുന്നേറ്റം WTI ക്രൂഡ് കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് നിലവിൽ ഒരു ഫ്ലാറ്റിഷ് നോളിലാണ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് LTP എന്ന് പറയുന്നത് $72.37 ആണ്. സോ WTI ക്രൂഡിൽ സാൻഡ്രോ ടേക്ക് എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. $70.50 അടുത്തായി കൺസോൾട്ടേഷൻ നടക്കുന്നത്. നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ ട്രെൻഡ് ഒരു റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ $74 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $70 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. യെസ് സർ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ നിഫ്റ്റി ലാസ്റ്റ് 4 സെഷനായിട്ട് ഒരു ഇടിവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ലാസ്റ്റ് 4 സെഷന് കൊണ്ട് ഏകദേശം നിഫ്റ്റി ഫോൾ ചെയ്തത് ഏകദേശം 1.82% ആണ്. ആൻഡ് അവസാനത്തെ ട്രേഡിംഗ് സെഷൻ ഇന്നലെ ഏകദേശം 0.76% ഇടിഞ്ഞ് 23,381 പോയിന്റ്സിനാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ 23,200 പോയിന്റ് ആയിരിക്കും. ആൻഡ് നിഫ്റ്റി 50യുടെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 23,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യണം. ഇന്നലത്തെ ട്രേഡിംഗിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇന്ന് വളരെ കുറവായിട്ട് കാണാൻ സാധിക്കും. യെസ് സർ. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഏകദേശം ഒരു സ്ലൈറ്റ് നെഗറ്റീവോട് കൂടി തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്തേക്കുന്നത്. 0.35% ഇടിഞ്ഞ് 177 പോയിന്റ് ഇടിഞ്ഞ് 49,981 പോയിന്റാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ സാൻഡ്രോ ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ഒരു സപ്പോർട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് 49,500 പോയിന്റ്. ആൻഡ് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഷോർട്ട് ടേമിൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ 50,800 അതിനുശേഷം 51,300 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. നിഫ്റ്റി 50യിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ട് കാണുന്നത്. യെസ് സർ. അപ്പം സ്റ്റോക്സ് ഇൻ ഫോക്കസിലേക്ക് വരികയാണെങ്കിൽ ആദ്യം വന്നേക്കുന്ന ഐഷർ മോട്ടോഴ്സ് ആണ്.
ഐഷ മോട്ടോഴ്സ് പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റിൽ ഏകദേശം 18% മുന്നേറ്റമാണ് പ്രോഫിറ്റിൽ കാഴ്ചവെച്ചേക്കുന്നത്. ആൻഡ് റവന്യൂവിൽ ഏകദേശം 19% മുന്നേറ്റം. എബിഡ 10% അപ്പാണ്. ആൻഡ് എമിഡ മാർജിനും 24.2% ഒരു ഏകദേശം ഒരു 2% ഇടിവാണ് എബിഡ മാർജിൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇന്നലെ ഐഷ മോട്ടോഴ്സ് ഏകദേശം 0.69% ഇടിഞ്ഞ് 5335 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഐഷ മോട്ടോഴ്സിൽ സാൻഡോട്ടേക്ക് എന്താണ്? ഐഷ മോട്ടോഴ്സിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇന്നലെ ആ റിസൾട്ട് അനൗൺസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 5310 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 5450 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റൽസ് ആണ്. അപ്പോളോ ഹോസ്പിറ്റൽസും Q3 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 52% മുന്നേറ്റമാണ് അപ്പോളോ ഹോസ്പിറ്റൽസ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് റവന്യൂവിൽ ഏകദേശം 13.9% മുന്നേറി 5526 കോടി രൂപയാണ് റവന്യൂ അപ്പോളോ ഹോസ്പിറ്റൽസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽസ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.42% ഇടിവോടുകൂടി 6761 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അപ്പോളോ ഹോസ്പിറ്റൽസിൽ സാൻഡോട്ടേക്ക് എന്താണ്? അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ്, ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കുറച്ച് വീക്ക്നെസ് അണ്ടർ ടോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 6650 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഇന്ന് കാണുന്നില്ല. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ശോഭയാണ്. റിയാലിറ്റി സെക്ടറിൽ പെട്ടൊരു സ്റ്റോക്കാണ് ശോഭ. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 6.59% ഇടിവാണ് ശോഭ രേഖപ്പെടുത്തിയത്. റിയാലിറ്റി സെക്ടർ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി സെക്ടറിൽ ഏകദേശം 3% ഇടിവ് സെക്ടറും രേഖപ്പെടുത്തി. ആൻഡ് ശോഭയിൽ ഏകദേശം 84 പോയിന്റ് ഇടിഞ്ഞ് 1202 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ശോഭ ലിമിറ്റഡിൽ സാൻഡോട്ടേക്ക് എന്താണ്? ശോഭയുടെ കേസിൽ മറ്റ് റിയാലിറ്റി സ്റ്റോക്സിനോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി നെഗറ്റീവ് അണ്ടർ ടോൺ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ശോഭയുടെ കേസിലും മറ്റ് പല റിയാലിറ്റി സ്റ്റോക്സിന്റെ കേസിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ ശോഭയുടെ കേസിൽ 1100 രൂപയായിരിക്കും. ഈ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. എങ്കിലും ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നുണ്ട്. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് സൺഫാർമയാണ്. സൺഫാർമ ലാസ്റ്റ് സെഷനിൽ ഏകദേശം 1% ഇടിവോട് കൂടി 1732 രൂപയിലാണ് സൺഫാർമ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൺഫാർമയുടെ റിസൾട്ടും കൂടി വന്നിട്ടുണ്ട്. റിസൾട്ടിൽ നിലവിലൊരു നെറ്റ് ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 79.5 കോടി. ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ ഏകദേശം 99.7 CR ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് റവന്യൂവിൽ ഏകദേശം 17.6% മുന്നേറ്റം മാത്രമാണ് സൺഫാർമ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ സൺഫാർമയിൽ സാൻഡോട്ടേക്ക് എന്താണ്? സൺഫാർമയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിലും നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1710 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 2.59% ഒരു ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയത്. ആൻഡ് LTP എന്ന് പറയുന്നത് 242 രൂപയാണ്. സോ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൽ സാൻഡോട്ടേക്ക് എന്താണ്? ജിയോഫിന്റെ കേസിലും അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 230 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുമെങ്കിൽ 253 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യും. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന റിസൾട്ട് വന്നൊരു ഓഹരിയും കൂടിയാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ്. നിലവിലൊരു നെറ്റ് ലോസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 169 കോടി രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ ഏകദേശം ഇത് 236 കോടി രൂപയായിരുന്നു. എബിഡയിൽ 48.2% ഇടിവാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ ഏകദേശം 26.9% വർധനവും കൂടി ഗ്രാസിം ഇൻഡസ്ട്രീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ഗ്രാസിം ഇൻഡസ്ട്രീസ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 0.58% ഇടിവോടുകൂടി 2473 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഗ്രാസിം ഇൻഡസ്ട്രീസിൽ സാൻഡോട്ടേക്ക് എന്താണ്? ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു.
നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 2410 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിലെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ ആദ്യം തന്നെ 2530 രൂപയും അതിനുശേഷം 2610 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് അഗെയിൻ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന ഒരു സ്റ്റോക്കാണ് ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. അവസാന സെഷനിൽ ഏകദേശം 4% ഒരു ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയത്. ആൻഡ് 305 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് സാൻഡോ ടേക്ക് എന്താണ്? ജീനസ് പവർ വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 299 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ് സർ. നമുക്കെന്തായാലും ഓഡിയൻസിൻ്റെ ക്വയറീസിലേക്ക് കിടക്കാനുള്ള സമയമായി. ഫസ്റ്റ് വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഏഷ്യൻ പെയിൻറ്റ്സ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 2270 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഏഷ്യൻ പെയിൻറ്റ്സിൽ സാൻഡോ ടേക്ക് എന്താണ്? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ 2200 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. അതിന്റെ ഒരു ബേസിസിൽ ദർസ് എ ഹൈ പോസിബിലിറ്റി ദാറ്റ് ഏഷ്യൻ പെയിന്റ്സിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. സോ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2300 രൂപയായിരിക്കും. രാജേഷ് എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് ഡീപ്പ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. അവസാന സെഷനിൽ ഏകദേശം 5.43% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഡീപ്പ് ഇൻഡസ്ട്രീസ് ക്ലോസ് ചെയ്തേക്കുന്നത് 543 രൂപയിലാണ്. സോ ഡീപ്പ് ഇൻഡസ്ട്രീസിൽ സാൻഡോ ടേക്ക് എന്താണ്? ഡീപ്പ് ഇൻഡസ്ട്രീസ് വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം ബെയറിഷ് അണ്ടർടോൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് 520 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേമിൽ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 585 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ് സർ. ഒരു ക്വയറി വന്നേക്കുന്നത് TCSനെ പറ്റിയാണ്. TCS ലാസ്റ്റ് സെഷനിൽ 0.19% മുന്നേറി 4036 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ TCSൽ സാൻഡോ ടേക്ക് എന്താണ്? TCSന്റെ കേസിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3990 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 4250 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ് സർ. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് DLFനെ പറ്റിയാണ്. DLF ലാസ്റ്റ് സെഷനിൽ ഏകദേശം 3.5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. കോൺസിക്യൂട്ടീവായിട്ട് മൂന്ന് ദിവസം കൊണ്ട് മാത്രം ഓഹരി ഇടിഞ്ഞത് ഏകദേശം 7.51% ഇടിവാണ് DLF രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 730 രൂപയിലാണ്. സോ DLFൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഇന്ന് നേരത്തെ ശോഭയെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ സിമിലർ ടു ശോഭ, DLFന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ശോഭയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ DLFന്റെ കേസിലും there's a potential for trend reversal. വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 705 ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ഇന്നത്തെ വ്യാപാരത്തിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ നമുക്ക് DLFൽ പോകുന്ന ഒരു സെയിം ക്യാരക്ടറാണ് കാണാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് 4 സെഷൻ കൊണ്ട് തന്നെ ഏകദേശം ഒരു 13% ഇടിവ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് സെഷനിൽ ഏകദേശം 3.37% ഇടിഞ്ഞ് 2122 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ സാൻഡോ ടേക്ക് എന്താണ്? ഗോദ്രേജ് പ്രോപ്പർട്ടി ലൈക്ക് ശോഭ ആൻഡ് ലൈക്ക് DLF അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുന്നു, ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം. ബട്ട് നമ്മൾ ശോഭ ആൻഡ് DLFന്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഗോദ്രേജ് പ്രോപ്പർട്ടി നേരിട്ടിരിക്കുന്ന സെല്ലിംഗ് പ്രഷർ ഇസ് മച്ച് മോർ. ആൻഡ് ഗോദ്രേജ് പ്രോപ്പർട്ടി ഇന്നലത്തെ ലോവസ്റ്റ് ലെവൽ നോക്കുമ്പോഴേക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 2078 രൂപയുടെ സപ്പോർട്ട് ലെവല് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്.
സോ ആ ഒരു സപ്പോർട്ട് ലെവൽ ഇന്നും നാളെയും നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വരും സെഷൻസിൽ നമുക്ക് എഗെയിൻ ഈ ഒരു സ്റ്റോക്കിലും ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കും. ബട്ട് ഇന്നത്തെ ട്രേഡിൽ ഒന്നും ചെയ്യേണ്ട, ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് ബാറ്റ ഇന്ത്യ ലിമിറ്റഡിനെ പറ്റിയാണ്. റിസൾട്ട് ഡിക്ലെയർ ചെയ്തൊരു ഓഹരിയും കൂടിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 1.2% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതായത് 58.6 CR. റവന്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം 919 CR ആണ് റവന്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏകദേശം 1.7% മുന്നേറ്റം റവന്യൂവിൽ ബാറ്റ ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബിഡയിൽ 9.4% മുന്നേറ്റവും എബിഡ മാർജിൻ ഏകദേശം 21.7% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ബാറ്റ ഇന്ത്യ ലാസ്റ്റ് സെഷനിൽ ഏകദേശം 0.5% ഇടിഞ്ഞ് 1341 രൂപയിലാണ് ബാറ്റ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബാറ്റയിൽ സാൻഡോട്ടേക്കുന്നതാണ്. ബാറ്റയുടെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ റെസിസ്റ്റൻസ് 1370 അതിനുശേഷം മേജർ റെസിസ്റ്റൻസ് 1425 ആയിരിക്കും. 1425 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് മെസഗോൺ ഡോക്കിനെ പറ്റിയാണ്. ഇന്നലെ ഒരു ഹൈലി വോളട്ടൈൽ ആയുള്ള സെഷൻ ആയിരുന്നു നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചത്. ഏകദേശം 13% ഒരു റേഞ്ച് ഓഹരി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നലത്തെ സെഷനിൽ ഏകദേശം 1.3% ഇടിഞ്ഞ് 2201 രൂപയിലാണ് മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡിംഗ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ മെസഗോൺ ഡോക്കിൽ സാൻഡോട്ടേക്ക് എന്താണ്? മാസഗോൺ ഡോക്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. കൈവശം ഓൺലി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 2080 രൂപ. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ വരും സെഷൻസിലൊക്കെ ഈ സ്റ്റോക്ക് 2450 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ഫോർ ദാറ്റ്. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് ടെക്സ്മാക്കോ റെയിലിനെ പറ്റിയാണ്. അവസാനത്തെ 7 സെഷന് കൊണ്ട് മാത്രം സ്റ്റോക്ക് ഇടിഞ്ഞേക്കുന്നത് ഏകദേശം 22% ആണ്. ആൻഡ് ലാസ്റ്റ് സെഷനിൽ ഏകദേശം 3.8% ഇടിഞ്ഞ് 154 രൂപയിലാണ് ടെക്സ്മാക്കോ റെയിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ടെക്സ്മാക്കോ റെയിൽ സാൻഡോട്ടേക്ക് എന്താണ്? കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 148 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് റിയാലിറ്റി സ്റ്റോക്കിനെ പറ്റിയാണ്. ഒബ്രോ റിയാലിറ്റി ലാസ്റ്റ് സെഷനിൽ ഏകദേശം 0.89% ഇടിഞ്ഞ് 1807 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഒബ്രോ റിയാലിറ്റിയിൽ സാൻഡോട്ടേക്ക് എന്താണ്? ഇന്ന് നമ്മൾ നാലാമത്തെ ഒരു റിയാലിറ്റി സ്റ്റോക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ഗോദ്രേജ് പ്രോപ്പർട്ടി, ശോഭ, DLF, ഓബ്രോയ് റിയാലിറ്റി, പ്രസ്റ്റീജ്, പൂർവങ്കര, ബ്രിഗേഡ് മുതലായ ഏത് റിയാലിറ്റി സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും ട്രെൻഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓബ്രോയ് റിയാലിറ്റിയുടെ കേസിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1760 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1920 രൂപയും അതിനുശേഷം 2050 രൂപയുടെയും റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന മഹീന്ദ്രനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 1.91% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് 3136 രൂപയിലാണ് മഹീന്ദ്ര ക്ലോസ് ചെയ്തേക്കുന്നത്. സോ മഹീന്ദ്രയിൽ സാൻഡോട്ടേക്ക് എന്താണ്? M&Mന്റെ കേസിൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഇതൊരു ബ്രോഡ് സൈഡ് വേസ് മോഡലായി സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നത്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 3000 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 3290 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗെയിൽ ഇന്ത്യനെ പറ്റിയാണ്. ലാസ്റ്റ് 3 സെഷൻ കൊണ്ട് മാത്രം ഓഹരി ഇടിഞ്ഞത് 6.7% ആണ്. ആൻഡ് ലാസ്റ്റ് സെഷനിൽ ഏകദേശം 1.7% ഇടിഞ്ഞ് 168 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഗെയിലിൽ സാൻഡോട്ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഗെയിലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 185 അതിനുശേഷം 195 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മറ്റൊരു ക്വയറി വന്നേക്കുന്നത് ONGCനെ പറ്റിയാണ്. അവസാനത്തെ 3 സെഷന് കൊണ്ട് മാത്രം ഓഹരി ഇടിഞ്ഞത് 7.8% ആണ്. ആൻഡ് ലാസ്റ്റ് സെഷനിൽ 2.5% ഇടിഞ്ഞ് 242 രൂപയിലാണ് ONGC ക്ലോസ് ചെയ്തേക്കുന്നത്.
സോ ONGCയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ONGCയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിലേക്ക് സ്റ്റോക്ക് നേരിട്ടിരിക്കുന്ന ഒരു സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ഈ സ്റ്റോക്ക് ഒരു മേജർ സപ്പോർട്ട് ഏരിയയിലോട്ട് വരുന്നുണ്ട്. സോ വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 238 രൂപ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കും. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. യെസ് സർ. സുഭാഷ് എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് ഇൻഡസ് ടവർ ലിമിറ്റഡിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനിൽ ഏകദേശം 3% ഇടിഞ്ഞ് 352 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഇൻഡസ് ടവേഴ്സ് ലിമിറ്റഡിൽ സാധനം ഇൻഡസ് ടവേഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 380 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 330 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. യെസ് സർ. വിഷ്ണു എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് വിപ്രോനെ പറ്റിയാണ്. വിപ്രോ ലാസ്റ്റ് സെഷനിൽ ഏകദേശം 0.3% മുന്നേറി 319 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. വീക്ക്ലി റിട്ടേൺസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 5.3% മുന്നേറ്റമാണ് വീക്ക്ലി ബേസിസിൽ വിപ്രോ രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് 319 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ വിപ്രോയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? വിപ്രോയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് അടുത്തൊരു ബൈയിങ് ട്രിഗർ കാണാൻ സാധിക്കുന്നത് 326 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് 335, അതിനുശേഷം 345 ആയിരിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 310 രൂപയിലായിരിക്കും. യെസ് സർ, താങ്ക് യു സർ. നമുക്ക് എന്തായാലും ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇത്രത്തോളം അപ്ഡേറ്റ്സും ഇത്രത്തോളം ഇൻഡെപ്ത് അനാലിസിസും നമ്മളൊപ്പം ഷെയർ ചെയ്തതിന്. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ അനാലിസിസുമായി മാർക്കറ്റ് സ്ക്രീനറിൽ വിഷ്ണു ജോയിൻ ചെയ്യുന്നതാണ്. താങ്ക് യു.